ഹലോ എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ആൻഡ് സെൻസെക്സ് ഈ മൂൺ ഇൻഡെക്സിൻ്റെ നമ്മൾ അനലൈസിസ് ചെയ്യും. ഈ അനലൈസിസ് ലേണിംഗ് പർപ്പസ് അനലൈസിസ് ആണ്. ഞാൻ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാറുള്ള ലെവൽസ് ഇവിടെ ഓൺലി ഫോർ ലേണിംഗ് പർപ്പസ്. ഓക്കെ, പിന്നെ ലേൺ ചെയ്യുക, ഓൺ ചെയ്യുക, അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഇനി നമ്മുടെ ചാർട്ട് അനലൈസിസ് നടക്കാം. നിഫ്റ്റിയുടെ ഇന്നലെ ഞാൻ ആക്ച്വലി ഈ വീക്കെൻഡിൽ ഇത്തിരി ബിസി ആയിരുന്നു, കുറച്ച് ഇത്തിരി തിരക്കായിരുന്നു. സോ വീഡിയോ ഉണ്ടാക്കാൻ പറ്റിയില്ല. ബട്ട് യെസ്, ഇന്ന് മോർണിംഗ് ഞാൻ വീഡിയോ നമ്മുടെ അനലൈസിസ് വീഡിയോ ഇട്ടായിരുന്നു. സോ അത് വേണമെങ്കിൽ ആക്ച്വലി അത് കാണണം. നിങ്ങൾ റെഗുലർ വ്യൂവേഴ്സ് ആണെങ്കിൽ അത് മസ്റ്റായിട്ടൊന്ന് കാണണം. കുറച്ച് പേര് മാത്രമേ അത് കണ്ടായിരുന്നുള്ളൂ. കാണുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്തായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇന്ന് മാർക്കറ്റിൽ നടന്നത്. ഓക്കെ, സോ ഞാൻ നമ്മുടെ ആ വീഡിയോയിൽ നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ മൂവായി ഇനി താഴേക്ക് വരേണ്ടതാണ്. ഇന്ന് എക്സാക്ട്ലി എന്തായി? ഗ്യാപ് ഡൗൺ ആയിട്ട് ബാക്കി കൺസോളിഡേഷൻ എന്തിനായി എന്നറിയാമോ? ഈ ഒരു കൺസോളിഡേഷൻ എന്തിനാണ്, ആ റീസൺ ഞാനിപ്പോൾ ഷെയർ ചെയ്യാം. ഓക്കെ, ഇത് കൺസോളിഡേഷൻ ശരിക്കും അതൊരു ട്രാപ്പ് എന്ന് പറയാം നമുക്ക്. ഓക്കെ, ഫസ്റ്റ് ഇപ്പോൾ ഇനി ഞാൻ ഇതൊരു ഡിലീറ്റ് ചെയ്യുന്നു. അത് നിങ്ങൾ കണ്ടില്ലെന്ന് കാണുന്നു കേട്ടോ എല്ലാവരും കൂടി. ലാസ്റ്റ് വീഡിയോ ഇന്ന് മോർണിംഗ് ഇട്ടതാണ് വീഡിയോ, ഐ തിങ്ക് 8 o'clock ആയപ്പോൾ. സോ അനലൈസിസ് വീഡിയോ കാണുന്നു. നമുക്കിനി ഫസ്റ്റ് നിയറസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് ഇതായിരിക്കുള്ളൂ. ഓക്കെ, 360. യെസ്. ഇനി ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ലെഗ് ഇത് 1 2 3 5 മൂവ് കംപ്ലീറ്റ് ആയി നമ്മുടെ. ഓക്കെ, 5 മൂവ് കംപ്ലീറ്റ് ആയ നമ്മൾ എന്താ പറയണത്? വീണ്ടും താഴേക്ക് വരേണ്ടതാണ്. ദാറ്റ് മീൻസ് ഈ 5 മൂവ്സ് കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഒരു 1 വേവ്. 5 മൂവ് കഴിഞ്ഞാൽ ഒരു 1 വേവ് ആണ് ഫസ്റ്റ്. ഓക്കെ, സെക്കൻഡ് എങ്ങനെയാണ്? അത് 3 ആയിട്ട് താഴേക്ക് വരേണ്ടത്. 1 2 3 ആയിട്ടാണ് താഴേക്ക് വരേണ്ടത്. അപ്പോൾ ഇത് കണ്ടോ, 1 പിന്നെ ഒരു ബൗൺസ്, 2 and 3 ഇപ്പോൾ കണ്ടിന്യൂഷനിലാണ്. 3 കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി 4 and 5 കഴിഞ്ഞ് താഴേക്ക് വരുവാണെങ്കിൽ അത് ആക്ച്വലി കൺഫ്യൂസിങ് സ്ട്രക്ചർ ആവും. അത് വരേണ്ടതാണ്. വരരുത് ഞാൻ പ്രാർത്ഥിക്കുന്നു. വന്നാൽ പിന്നെ അത് ആക്ച്വലി ഒരു മീൻസ് നമുക്ക് കറക്റ്റായിട്ട് പിന്നെ ഒരു സി ഓർ പി നമുക്ക് കറക്റ്റായിട്ട് എക്സാക്ട്ലി എടുക്കാൻ പറ്റില്ല. ഒരു പൊസിഷൻ, ഒരു ഓപ്ഷൻ ബൈന്ന് എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ പിന്നെ അത് സ്ട്രക്ചർ പിന്നെ ഇവിടെ തന്നെ കൺസോളിഡേഷൻ പീരീഡിൽ ഒരു വലിയ റേഞ്ചിൽ എവിടെയാണെങ്കിലും കൺസോളിഡേഷൻ പീരീഡിൽ അത് പിന്നെ അങ്ങനെ തന്നെ മാറിപ്പോകും. ദാറ്റ് മീൻസ് ഇവിടെ തന്നെ ഈ ഒരു ഹൈ ആൻഡ് ലോയുടെ ഇടയിൽ തന്നെ ഇവിടെ എവിടെയെങ്കിലും കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ സോ അതൊരു ഭയങ്കര കൺഫ്യൂസിങ് സ്ട്രക്ചർ ആകും. സോ ഇനി നമുക്ക് നാളെ നോക്കാം. പക്ഷേ പ്രൈസ് കുറച്ചുകൂടി താഴേക്ക് വന്നാലാണ് കുറച്ചുകൂടി ബെറ്റർ ആവുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത്. ഫസ്റ്റ് നമ്മൾ ഈ ഫിബൊനാച്ചി ഇതിങ്ങനെ യൂസ് ചെയ്യാം. നമ്മൾ ഫിബൊനാച്ചി എടുക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, 50%, ഈ ഒരു ഫോൾഡ് 50% കണ്ടോ, കറക്റ്റ് അവിടെ തന്നെ വന്നിട്ടാണ് ഇന്ന് പ്രൈസ് സപ്പോർട്ട് എടുത്തേക്കുന്നത്. നിയർ എക്സാക്റ്റ് അല്ല, ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു പോയിന്റിൽ കണ്ടോ. സോ ഒരു ചെറിയ പോയിന്റിൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്തായാലും ഇവിടുന്ന് വീണ്ടും ഒരു ബൗൺസ് ചെയ്തു. സോ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ബൗൺസ് ചെയ്തേക്കാനാണ്, റൈറ്റ്, 50%. ബട്ട് ആക്ച്വലി ഒരു ഫോൾ ഉണ്ട്. ബൈ വരേണ്ടതാണ് എവിടെ നിന്ന്? ഈ ഏരിയയിലേക്ക് 61.80 to 81.20 ആ ഒരു പെർസെൻ്റാണ് നമ്മൾ പറയാറുള്ളൂ. ഓക്കെ, സോ ആ ഒരു ലെവൽ വരുന്നത് എവിടെ? ഈ താഴത്തെ ഈ ഒരു പൊസിഷനാണ്. സോ 23,100 ഇവിടുന്ന് സപ്പോർട്ട് എടുക്കണം, ഈ ഒരു ഏരിയയിൽ നിന്ന്, ഓർ താഴെ നിന്ന് ഇവിടുന്ന് സപ്പോർട്ട് എടുക്കണം. ഓക്കെ, സോ അതാണ് ഇവിടെ വന്ന പ്രൈസ് ഒരു നല്ലൊരു ബൈങ് വരും. ബട്ട് ഇത് സ്ലോലിയാണ് താഴേക്ക് വരുന്നത്. ഓക്കെ, ഈ സ്ലോലിയാണ് താഴേക്ക് വരുന്നത്. ആ സ്ലോലി വന്നാൽ സോ ഓവറോൾ സ്ട്രക്ചറിൽ കൺഫ്യൂഷൻ ആവും. ഒരു ഓപ്ഷൻ വരുന്ന അത് പൊസിഷൻ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. അത് സെല്ലർസിൻ്റെ കയ്യിലായിരിക്കും പിന്നെ എന്ന് പറയാം. ഓക്കെ, സോ ഇനി എന്തായാലും നമുക്ക് ഇനി ഇൻ ഷോർട്ട് എനിക്ക് പറയാനുള്ളത് എന്താണ്? ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യുക? 1 2 ഈ ഒരു ഇവിടെ നിന്ന് ഇവിടെ ഒരു സപ്പോർട്ട് ഇങ്ങനെ ഒരു ലൈൻ വെച്ചോളൂ. പിന്നെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കൂടി വെച്ചോളൂ. കണ്ട, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ. ഓക്കെ, സോ ഇതിൻ്റെ അകത്താണ് സ്ട്രക്ചർ പറയാനുള്ളത്. സോ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഫർദർ ഫോൾ താഴെ കിട്ടും. ഇതിൻ്റെ ബ്രേക്ക് ഔട്ട്, ദറ്റ് മീൻസ് പ്രൈസ് ഇതിൻ്റെ അബവ് പോയാൽ, സോ ഇത് ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. പ്രൈസ് ഇതിൻ്റെ അബവ് പോയാൽ സോ ഈ ഒരു ഗ്യാപ്പ്, ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുള്ളൂ, അത് ഫില്ല് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാവും. ഫിബൊനാച്ചി വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വന്ന ഈ ഒരു ഫോൾ ഉണ്ട്. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് കൂടി കാണുന്നുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഫിബൊനാച്ചി ഈ ഒരു ലെഗ് ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഈ ഒരു ലെഗ് ഉണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് വന്ന മുകളിലും താഴേക്ക് ഒരു ഫോൾ. സോ ആ ഒരു റെസിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ട നിയർ വരുന്നത് ഒരു ഗ്യാപ്പ് ആൻഡ് ദെൻ ഇതിൻ്റെ അബവ്. സോ 530 വരെ 530 ആൻഡ് ദെൻ ഈ ഒരു ഗ്യാപ്പ്, ഇത് 2 റെസിസ്റ്റൻസ് ആയിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഓക്കെ, സോ അതിൽ നമ്മൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്ത് വെക്കുക. ഇതാണ് ജെന്യുവൻ ഒരു റെസിസ്റ്റൻസ് 530 നിയർ. ഓക്കെ,
അപ്പോൾ റെഡ് ക്യാൻഡിൽ കൂടി ആയില്ലോ, നമ്മുടെ റെഡ് ക്യാൻഡിൽ കണ്ടോ ഇവിടെ റിജക്ഷൻ ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ റിജക്ഷൻ ക്യാൻഡിൽ. ഓക്കെ, സോ ആ ഒരു സോ ഇവിടുന്ന് പ്രൈസ് പോയാൽ സ്ലോലി മുകളിലേക്ക് പോയി ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യും. ദെൻ ആ റെസിസ്റ്റൻസ് കൂടി ഉണ്ടാവും 530 അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയാൽ മാത്രമേ നമുക്ക് ഫുർദർ ഓഫ് സൈഡ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ മോർണിംഗ് ഇവിടെ എവിടെയെങ്കിലും പ്രൈസ് കിട്ടുവാണെങ്കിൽ ഇവിടുത്തെ റിജക്ഷൻ തന്നെ എടുക്കുകയുള്ളൂ. താഴേക്ക് തന്നെ വരേണ്ടതാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന താഴേക്ക് തന്നെ. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക്, ഈ ട്രെൻഡ് ലൈൻ ഇപ്പോൾ ഞാൻ വരച്ച ബ്ലാക്ക് ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ, ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ കിട്ടിയാൽ നമുക്ക് ഈസിലി താഴേക്ക് പ്രൈസ് സ്ലോലി താഴേക്ക് വരും. ഓക്കെ, അതാണ് ശരിക്കും ഇത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബിയർ സൈഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ബിയർ സൈഡ് താഴേക്ക്. ഓക്കെ, ഇതിൻ്റെ ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ്റെ ഇതിൻ്റെ ബ്ലാക്ക് ലൈനിൻ്റെ ഈ സപ്പോർട്ട് ഉണ്ടല്ലോ, അത് ബ്രേക്ക് ചെയ്താൽ. ഓക്കെ, സോ അത് നമുക്ക് ഇവിടെ വരെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. ഓക്കെ, 23,147, 150 കൂട്ടിക്ക് റൗണ്ട് നമ്പർ. ആൻഡ് ദെൻ നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത് ഇവിടെ ഒത്തിരി തരം സപ്പോർട്ട് എടുത്തിട്ടുണ്ടോ, ഇവിടെ സപ്പോർട്ട്, ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു, വീണ്ടും ഒരു സപ്പോർട്ട് ഇവിടെ എടുത്തു. സോ 22,980. സോ ഓവറോൾ ഈ സ്ട്രക്ചർ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഈ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഈ നമ്മുടെ ഓവറോൾ ഈ ഒരു ലോ നമ്മളുണ്ടല്ലോ, ഇത് ഒരു ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് ശ്രദ്ധിക്കണം എല്ലാവരും കൂടി. ഓക്കെ, സോ ഇനി നിഫ്റ്റിയിൽ ഇത് എനിക്ക് പറയാനുള്ളൂ. വേറൊരു പ്രത്യേകിച്ച് പറയുന്നത് മുകളിൽ ഞാനിപ്പോൾ കാണുന്നില്ല. മുകളിൽ ഇനി പോകുകയാണെങ്കിൽ ഈ ഒരു 530 അബവ് പോകും, 630 വരെ പോകും. 630 അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവാൻ തുടങ്ങിയാൽ ദാറ്റ് മീൻസ് അത് നെക്സ്റ്റ് ലെഗിലേക്ക്, തേർഡ് വേവിലേക്ക് എൻറ്റർ ആയി എന്ന് പറയാം. അപ്പോൾ ഇത് ഫുൾ ഒന്നായി, ദെൻ സെക്കൻഡ് ഫോളോ ചെയ്ത് ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആയി ദെൻ 3ലേക്ക് പോകും. എന്തെങ്കിലും ആ ലെവൽസ് ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ റെഗുലർ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും നല്ലൊരു ലെവൽസ് കാര്യങ്ങളും കിട്ടുവാണെങ്കിൽ ഞാൻ വീണ്ടും നാളെ അപ്ഡേറ്റ് ചെയ്യും നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ. ഓക്കെ, കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ കറക്റ്റ് ഡെയിലി കമൻറ്റ് 9:30 ആകുമ്പോഴത്തേക്ക് ഞാൻ ആക്റ്റീവ് ആവാറുണ്ട്. 9:30 to എന്തെങ്കിലും ഇനി കിട്ടുവാണെങ്കിൽ ഞാൻ ഇന്ന് അപ്ഡേറ്റ് ചെയ്തായിരുന്നു. ചാനൽ ട്രയാങ്കിൾ പാറ്റേൺ ഒക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. ഓർ നമ്മുടെ ഇതുകൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. നമ്മൾ ടൈപ്പ് ഓഫ് ചാനൽ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ചാനൽ എന്തായിരുന്നു അറിയാമോ? ഈ ലോസ് ഇതെല്ലാം കൂടി ഇത് കൊണ്ടോ ഇന്ന് എക്സാക്ട്ലി സപ്പോർട്ട് ചെയ്ത് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തത് എന്താണ്, മോർണിംഗ് തന്നെ ഇങ്ങനത്തെ ഒരു ചാനൽ ഉണ്ടായി. ഞാൻ ഈ സപ്പോർട്ട് ബ്ലാക്ക് ട്രെൻഡ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തു. ഇതുകൊണ്ട് ഇതാണ് ഇന്ന് മോർണിംഗിൽ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. ഒരു ചാനൽ കാണുന്നുണ്ട്. സോ അത് നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. കണ്ടോ, ഇന്ന് മോർണിംഗ് നമ്മൾ ഈ ചാനൽ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് വേറെ ഒന്നും നോക്കണ്ട. ഓക്കെ, വേറെ ഒന്നും നോക്കണ്ട. കറക്റ്റ് എക്സാക്ട്ലി സപ്പോർട്ട് എടുത്തു. ഉണ്ടോ, എക്സാക്ട്ലി സപ്പോർട്ട് എടുത്തു ഇവിടുന്ന് ഈ ചാനലിൻ്റെ അടിയിൽ നിന്ന്. എന്തെങ്കിലും ഇവിടുന്ന് ഒരു പിൻ ബാർ ഫോം ആയി. ഉണ്ടോ, ടൈപ്പ് ഓഫ് ഒരു ഹാമർ ഫോം ആയില്ല. ഇത് കണ്ടോ, അത് ഇവിടെയായി പിന്നെ വീണ്ടും ആയി. ആൻഡ് സപ്പോർട്ട് എടുത്ത് സ്ലോലി മുകളിലേക്കാണ് പോയത്. ഇന്ന് ആക്ച്വലി മാർക്കറ്റ് ഓപ്ഷൻ ബയർസ് ഉണ്ടല്ലോ, സെലർസ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ആക്റ്റീവ് ആയില്ല. എനിക്ക് നമുക്ക് ഒരു സ്ലോസിൽ പതിയെ ഐഡിയ കിട്ടാൻ തുടങ്ങും. യെസ്, ഇനി മാർക്കറ്റ് എങ്ങനെ ആയിരിക്കും. നമുക്ക് ഇനി മുകളിലേക്ക് നാളെ ഇനി പറയാനുള്ളത്, മുകളിലേക്ക് പോയാൽ നമുക്ക് കൂടുതൽ ഒരു ഇത് കിട്ടത്തില്ല, മൂവ് കിട്ടത്തില്ല ഓപ്ഷൻ ബയറിന്. താഴേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ബയറിന് എന്തെങ്കിലും മൂവ് കിട്ടുകയുള്ളൂ. നമുക്ക് അങ്ങനെ എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാവും. മുകളിലേക്കാണെങ്കിൽ ഞാൻ ഇൻട്രസ്റ്റഡ് ഉണ്ടാവില്ല. ഓപ്ഷൻ ബയറായി ഞാനൊരു ഓപ്ഷൻ ബയറാണ്. സോ നമുക്ക് അങ്ങനെ ഒരു വലിയ കാര്യമായിട്ട് മൂവ് കിട്ടത്തില്ല. ഓക്കെ, ഇനി 23,530 അബവ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ ഞാൻ ഓപ്ഷൻ ബയറിന് ഒരു മൂവ് കിട്ടും. ടൈപ്പ് ഓഫ് ഷോർട്ട് കവറിംഗ് അല്ല, യെസ്, ഒരു ഫാസ്റ്റ് മൂവ് കിട്ടാൻ തുടങ്ങും. പ്രീമിയമിൽ നമുക്ക് നല്ലൊരു മൂവ് കിട്ടാൻ തുടങ്ങും. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. സോ ഇങ്ങനത്തെ ഒരു ചാനൽ കൂടി വേണമെങ്കിൽ വരച്ച് വെച്ചോളൂ. മീൻസ് ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടുവാണെങ്കിൽ ഈ ചാനലിൻ്റെ അവിടെ വരെ റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ചാനൽ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ഓവറോൾ അത് സ്ട്രക്ചർ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ഒരു ട്രെൻഡ് ലൈൻ കൂടി ഇങ്ങനെ വരയ്ക്കുകയാണ്. കണ്ടോ? ഓക്കെ, മനസ്സിലായോ? ഇതാണ് ഈ ഫുൾ സ്ട്രക്ചർ. സോ ഇതിൻ്റെ ഈ ചാനൽ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ഈ ട്രയാങ്കിളിൻ്റെ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ ഇതിന് പ്രൈസ് താഴേക്ക് വരും. ചിലപ്പോൾ ഈ ചാനലിൽ വീണ്ടും സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ് ഉണ്ടാവും. താഴേക്ക് ഒന്ന് വീണ്ടും സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ് ഉണ്ടാവും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കാം. നമ്മളൊന്ന് ശ്രദ്ധിച്ച് കുറച്ച് നാൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എല്ലാം കൂടി നമുക്ക് പിടികിട്ടും. ഓക്കെ, ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി പോകാം. നിഫ്റ്റിയുടെ അനാലിസിസ് കഴിഞ്ഞ് നമ്മൾ ബാങ്ക് നിഫ്റ്റി പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക മറക്കരുത്. എല്ലാവരും കൂടി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. ന്യൂ സബ്സ്ക്രൈബേഴ്സ് എലിയറ്റ് വേവിൻ്റെ വീഡിയോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എലിയറ്റ് വേവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു തിയറിയാണ്. 1 2 3 4 5. ഓക്കെ, അതിൻ്റെ ബേസിൽ ഒരു ബുക്കുണ്ട്, ഗൂഗിളിൽ ഉണ്ടാകും. നമ്മുടെ പല ഓൺലൈൻ അതിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഇത് ബുക്സ് ഉണ്ട് അതിൻ്റെ ബേസിൽ. സോ മദർ ഓഫ് ട്രേഡ് ഒരു സ്റ്റഡി ചെയ്യാനുള്ളത് പറയാനുള്ളൂ. സോ ആ ഒരു ബേസിൽ ഒത്തിരി വീഡിയോസൊക്കെ ഉണ്ടാകും. അവർ ചാനലിൽ പല ചാനൽസ് ഉണ്ടാകാറുണ്ട്. ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന എൻ്റെ പ്ലേലിസ്റ്റിൽ നമ്മുടെ ഈ ചാനൽ ലേൺ വിത്ത് സർമാൻ അതിൻ്റെ പ്ലേലിസ്റ്റിൽ ഞാൻ 2 വീഡിയോസ് ഐ തിങ്ക് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ ഇനി അത് നെക്സ്റ്റ് വീഡിയോ ഇനി അപ്ലോഡ് ചെയ്യാൻ പോവുക എലിയറ്റ് വേവിൻ്റെ. ഓക്കെ,
സോ അത് നിങ്ങൾ മസ്റ്റായിട്ട് കാണണം. ഓക്കെ, ഇനി ബാനിഫ്റ്റിയിൽ ഞാൻ ഇതാണ് ഇന്ന് മോർണിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു സപ്പോർട്ട്. എക്സാക്റ്റ് ആ സപ്പോർട്ട് തന്നെ എക്സാക്റ്റ് ഉണ്ടോ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് എന്തെങ്കിലും പ്രൈസ് വീണ്ടും ഒരു സൈഡ് വേസ് ആണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, മോർണിംഗിൽ ഇനി നാളത്തേക്ക് എന്ന് വെച്ചാൽ ഫസ്റ്റ് നിയറസ്റ്റ് റെസിസ്റ്റൻസ് ഇതാണ്. ഓക്കെ, പിന്നെ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് മുകളിലേക്ക് ബാനിഫ്റ്റിയിൽ 49,650 ഈ ഒരു ഏരിയ 75 49,670 അപ്പോൾ പ്രൈസ് സസ്റ്റെയിൻ ആയാൽ മാത്രമേ ഫർദർ അപ്പ് മൂവ് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബൗൺസ് വന്നാൽ വീണ്ടും അത് തന്നെ താഴേക്ക് തന്നെ വരുള്ളൂ. ബാനിഫ്റ്റിയിൽ ഐ തിങ്ക് ഇതിലും ചെറിയൊരു ട്രെൻഡ് ലൈൻ പോലെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇതിൽ ബോട്ടത്തിൻ്റെ ഇവിടെ നിന്ന് ട്രെൻഡ് ലൈൻ ഇതൊരു ട്രെൻഡ് ലൈൻ ഉണ്ട് ബാനിഫ്റ്റിയിൽ. ഓക്കെ, സോ ബാനിഫ്റ്റി തന്നെ ട്രെൻഡ് ലൈനിൻ്റെ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് താഴേക്ക് വരും. ഇൻ കേസ് മോർണിംഗ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഈ ഇവിടെ സപ്പോർട്ട് ചിലപ്പോൾ ബൗൺസ് ആവാനുള്ള ചാൻസസ് ഉണ്ടാവും. പിന്നെ താഴേക്ക് വരുമ്പോൾ പിന്നെ ടച്ച് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നേരെ ഇവിടെ വരും. ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ പിന്നെ താഴെ വരും. ചിലപ്പോൾ ഗ്യാപ് ഡൗൺ ഫ്ലാറ്റ് ടു ഗ്യാപ് ഡൗൺ നിയറസ്റ്റ് ഓപ്പണിംഗ് ഇവിടെ തന്നെയാണെങ്കിൽ ഇവിടെ നിന്ന് വീണ്ടും ഈ ഫ്രണ്ട് ലൈൻ മറ്റേ റീടെസ്റ്റ് ചെയ്യാൻ പോകുക കേട്ടോ. ശ്രദ്ധിക്കണം എല്ലാവരും കൂടി. അങ്ങനെയാണ് നോർമലി ഫസ്റ്റ് ടൈം എവിടെയെങ്കിലും ടച്ച് ചെയ്താൽ ഇപ്പോൾ നാളെ ഫ്രഷ് ഡേ ആയിരിക്കും, മനസ്സിലായോ? നാളെ ഇപ്പോൾ ഓപ്പണിംഗ് ഫ്രഷ് ഡേ ആയിരിക്കും. സോ താഴെ ഇതിൻ്റെ താഴെ ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുത്ത് ബൗൺസ് വരും. പിന്നെ റീസ്റ്റേൺ ചെയ്ത് താഴേക്ക് വരും. പിന്നെ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈസിലി നമുക്ക് താഴേക്ക് ഇത്ര വരെ ഫോൾ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും കേട്ടോ. സപ്പോർട്ട് വരുന്നത് ഇതായിരിക്കും 49,500. അതുകൂടി ബ്രേക്ക് ചെയ്താൽ നമ്മുടെ ഈ ഒരു ഗ്യാപ്പ് സപ്പോർട്ടായിട്ട് വരേണ്ടതാണ്. ഈ ഒരു ഗ്യാപ്പ് കേട്ടോ. ഇതിലങ്ങനെ തന്നെ ഫിബ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുൾ ഫിബ് വെച്ച് നോക്കുകയാണെങ്കിൽ അതല്ല 81.20% ടു 61.80. സോ ഈ ഏരിയ നമ്മുടെ ഈ ഒരു ഏരിയ സപ്പോർട്ടായിട്ട് മാറേണ്ടതാണ്. ഇത് ഹോൾഡ് ചെയ്യണം, ഫർദർ അപ്സൈഡിന് വേണ്ടി ഹോൾഡ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ ഇവിടെ വന്നിട്ട് ബൈങ് ചെന്നിട്ടാണ് ഇതിന് ഫർദർ അപ്സൈഡ് മൂവ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും മോസ്റ്റ്ലി എല്ലാ ഇൻഡെക്സിലും. വേഗം നമുക്ക് സെൻസെക്സിൽ ഡിസ്കസ് ചെയ്യാം. സെൻസെക്സിൽ ഞാൻ ഈ ചാനൽ നിഫ്റ്റിയുടെ പോലെ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉണ്ടോ ബ്രേക്ക് ഡൗൺ ആയി വീണ്ടും പ്രൈസ് അവിടെ തന്നെ സ്റ്റക്കായി കിടക്കുന്നു. ഇനി ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത് എന്താണ്, സെൻസെക്സിൽ ഇതാണ് ഇന്നത്തെ ലോ, അത് ബ്രേക്ക് ചെയ്യാൻ മാത്രമേ ഫർദർ ഫോൾ. ആൻഡ് റെസിസ്റ്റൻസ് ഇന്നത്തെ ഡേ ഹൈ ആണ്. പിന്നെ ഗ്യാപ്പ് അപ്പ് എന്തെങ്കിലും ആണെങ്കിൽ സഡൻ റെസിസ്റ്റൻസ് ഇത് കൂടി വരുന്നുണ്ട്, ശ്രദ്ധിക്കണം. ഇത് കൊണ്ടോ ഈ ഒരു ഏരിയ റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ 76,680. ഓപ്പണിംഗ് ഇവിടെ തന്നെയാണെങ്കിൽ, ഇൻ കേസ് ഓപ്പണിംഗ് ഇവിടെ തന്നെയാണെങ്കിൽ റിജക്ഷൻ എടുക്കാനുള്ള റെസിസ്റ്റൻസ് സോണാണ്. ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് സോണാണ് കേട്ടോ. ഇത് ഹൈ 680 ടു 850. സോ പ്രൈസ് സ്ലോസിൽ ഇവിടെ പോയി ചിലപ്പോൾ അവിടെ തന്നെ റിജക്ഷൻ എടുത്ത് താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാവും. ഇതിലതുപോലെ തന്നെ നമ്മുടെ നിഫ്റ്റിയുടെ പോലെ തന്നെ ട്രെൻഡ് ലൈൻ എല്ലാത്തിനും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ട്രെൻഡ് ലൈൻ ബേസ് നിങ്ങൾ മറ്റേ ഇത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കണ്ടോ ട്രെൻഡ് ലൈൻ ഈസി നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ ഒരു ട്രെൻഡ് ലൈനിൻ്റെ സപ്പോർട്ട് അത് റെസ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ റെസ്പെക്ട് ചെയ്യുന്നത് അതിൻ്റെ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ അപ്പോൾ പോസിബിൾ ആണ് ഫോർ ദ ഡൗൺ സൈഡ്. അതാണ് നമ്മൾ ട്രെൻഡ് ലൈൻ എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, കാരണം എലിയറ്റ് വേവ് ഈസിലി നമുക്ക് പഠിക്കാനും അതൊക്കെ എല്ലാത്തിനും ബുദ്ധിമുട്ടാകും. ബട്ട് ആ ഒരു ബേസിൽ നമ്മൾ കറക്റ്റായിട്ട് ട്രെൻഡ് ലൈൻ ഫൈൻഡ് ചെയ്താൽ നമുക്കറിയാൻ പറ്റും. ഓക്കെ, ഇതിലും അങ്ങനെ തന്നെ ഒരു ഇത് സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു കണ്ടോ, ഇന്നെടുത്തേക്കാണ് സപ്പോർട്ട്. സോ അങ്ങനെയൊക്കെ ഉണ്ടാകും, നമ്മൾ ഫൈൻഡ് ചെയ്യാം, സ്ലോലി പഠിക്കാം. നമ്മുടെ എലിയറ്റ് വേവിൽ പല പാറ്റേൺസ് ഉണ്ടാവും. ആ പാറ്റേൺ ഐ തിങ്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാറ്റേൺസ് ആയിരിക്കുള്ളൂ. എലിയറ്റ് വേവ് നമ്മുടെ ഈ എലിയറ്റ് വേവിൻ്റെ ആ വീഡിയോസ് ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്ലേലിസ്റ്റിൽ. അതിൽ ഫസ്റ്റ് വേവ് അതിലേത് പാറ്റേൺ ആയിരിക്കും അതൊക്കെ എല്ലാം കൺഫേം ആണ്. നിങ്ങൾ ഡെയിലി കാണുന്നുണ്ട് ഐ തിങ്ക് അല്ലേ, നിങ്ങൾക്ക് ഡെയിലി ഇപ്പോൾ കാണാൻ പറ്റും. ഫസ്റ്റ് വേവിൽ ഏത് പാറ്റേൺ ആണ്, സെക്കൻഡ് വേവിൽ ഏതായിരിക്കും, തേർഡ് വേവിൽ ഏത് പാറ്റേൺ, ഫോർത്തിൽ ഏതാണ്, ഫിഫ്ത്തിൽ എന്ത് പാറ്റേൺ ആണ്. ഫസ്റ്റ് ആൻഡ് ഫിഫ്ത്ത് ഫസ്റ്റ് വേവിൻ്റെ നമ്മൾ ഫസ്റ്റ് വേവിൽ ഏത് പാറ്റേൺ ആണ്, നമ്മൾ ലീഡിങ് ഡയഗണൽ പാറ്റേൺ ആണ്, അത് എന്നും കാണാൻ പറ്റും. അതുപോലെ ഫിഫ്ത്ത് വേവിൽ എൻഡിങ് ഡയഗണൽ പാറ്റേൺ, അതും എന്നും ഡെയിലി നമുക്ക് എവിടെയെങ്കിലും അത് കാണാൻ പറ്റും. ഏതെങ്കിലും ഒരു ഇൻഡെക്സിൽ എവിടെയെങ്കിലും കാണാൻ പറ്റും, ഫൈൻഡ് ചെയ്യാൻ പറ്റും. പല സ്റ്റോക്സൊക്കെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ആ ബേസിൽ നമ്മൾ ട്രേഡ് എടുത്താലുണ്ടല്ലോ നല്ലൊരു മൂവ് നമുക്ക് കിട്ടും. നമ്മളത് ക്യാച്ച് ചെയ്യാൻ പഠിക്കണം. പെട്ടെന്ന് അത് പിടികിട്ടത്തില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈസിലി നമുക്കതൊക്കെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ആ ബേസിൽ തന്നെ മൂവ് എടുത്ത് നമുക്ക് ട്രേഡ് എടുത്താൽ തന്നെ നമുക്ക് വേറെ ആളുടെ ഒരു കോലും പൊട്ടേണ്ട ആവശ്യമൊന്നും വരില്ല. ഒരു ഇൻഡെക്സിൻ്റെ ആരെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും പല ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ, ആ ബേസിൽ നമ്മൾ ഒരാളത്ത് ഒരു ഡൗട്ട് ചോദിക്കേണ്ട ആവശ്യം വരത്തില്ല. സോ നമ്മൾ ശ്രദ്ധിക്കുക, ഫൈൻഡ് ചെയ്യുക ഏത് ലെഗാണ്
ആ ലെഗിൽ ഏത് പാറ്റേൺ ആണ് ഇപ്പോൾ ഫോം ആവാൻ പോകുന്നത്. ഓക്കെ, ഫോം ആവാതെ മോസ്റ്റ്ലി ആ ഫോൾ വരത്തില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് റെഗുലർലി കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ റെഗുലർ കാണുന്ന വീഡിയോ കാണുന്ന കുറച്ച് നമ്മുടെ മെമ്പേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഈ പാറ്റേൺ ഫോം ആയി കഴിഞ്ഞാൽ മാത്രമേ ഫോൾ വരികയുള്ളൂ. അത് നമുക്കിപ്പോൾ എല്ലാവർക്കും ആയിട്ട് ബൈ ഹാർട്ടായിട്ട് ഉണ്ടാവും. അപ്പോൾ ആ ബേസിൽ നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യുക. എല്ലാവരും പറയും ഫോൾ വരും. ബട്ട് നമുക്കത് അറിയാം, നമ്മുടെ ഈ പാറ്റേൺ ഫോം ആയി കഴിഞ്ഞിട്ട് ഫോൾ വരുള്ളൂ എന്ന് നമുക്കറിയാം. സോ നമ്മളിവിടെ ചാടേണ്ട ആവശ്യമില്ല. അവരുടെ പ്രീമിയം മെൽട്ട് ആകും. ബട്ട് നമുക്കറിയാം ആ ഒരു ടോപ്പ് എങ്ങനെ ഫൈൻഡ് ആവുന്നത് എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഫോം ആയാൽ മാത്രമേ ഫോൾ ആവുകയുള്ളൂ. അത് ശ്രദ്ധിക്കുക, എല്ലാവരും കൂടി ശ്രദ്ധിക്കാതെ വെറുതെ ഒന്നും ചാടേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ വേറെ പ്രത്യേകിച്ച് ഇതിന് പറയാനൊന്നുമില്ല. പ്ലീസ് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്തു കേട്ടോ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.